നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും മാനിറ്റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ തൊട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, യുകെയിലെ NHS കൂട്ടുകയാണോ, യുകെയിലെ NHSലെ നേഴ്സുമാരെല്ലാം പിരിച്ചു വിടുക എന്നൊക്കെയാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യുകെയുടെ പ്രധാനമന്ത്രിയായ സ്റ്റാർമർ ഇന്നലെ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. യുകെയിലെ NHS ഇംഗ്ലണ്ട് പിരിച്ചു വിടുകയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, യുകെയിലെ NHS ഇംഗ്ലണ്ടും രണ്ടാണ്, അത് ഒന്നല്ല. NHS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1200ഓളം ഹോസ്പിറ്റലുകളുള്ള ഒരു ശൃംഖലയാണ്. യുകെയിലെ എല്ലാ ജനങ്ങൾക്കും അവരുടെ സാമ്പത്തിക സ്ഥിതി നോക്കാതെ ഫ്രീ ആയിട്ട് ചികിത്സ നൽകുന്ന സ്ഥാപനമാണ് NHS. ഈ NHS ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ഒരു ബോർഡാണ്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുകെയിലെ NHSകളെയും അതുപോലെ തന്നെ GP സർജറികളെയും ഡെന്റൽ സർജറികളെയും എല്ലാം മാനേജ് ചെയ്യുന്നത് NHS ഇംഗ്ലണ്ടാണ്. അതായത് ഭരണഘടനാപരമായ കാര്യങ്ങൾ NHSകളെ സഹായിക്കുന്നത് NHS ഇംഗ്ലണ്ടാണ്. ഇപ്പോൾ സ്റ്റാർമറിന്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ NHS ഇംഗ്ലണ്ടിനെ പൂർണ്ണമായിട്ട് അങ്ങ് നിർത്തലാക്കുക, എന്നിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളും കൂടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വർക്ക് ആൻഡ് സോഷ്യൽ കെയറിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റുകളും ഉണ്ട്. ഇപ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വർക്ക് ആൻഡ് സോഷ്യൽ കെയർ എന്ന് പറഞ്ഞത് കുറച്ച് ജനാധിപത്യപരമായിട്ട് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് അവരെ ഈ NHS ഇംഗ്ലണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ കൂടെ ഏൽപ്പിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. 2 വർഷത്തിനുള്ളിലാണ് ഈ മാറ്റം അവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതായത് 2 വർഷം കഴിയുമ്പോൾ യുകെയിലെ NHSലും GPയിലും എല്ലാം വർക്ക് ചെയ്യുന്ന എല്ലാവരും തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വർക്ക് ആൻഡ് സോഷ്യൽ കെയറിന്റെ അണ്ടറിൽ വരുന്നതായിരിക്കും. ഇത് നല്ലൊരു കാര്യം തന്നെയാണ്.